ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് ടോക്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ഷേപ്പ് ടെസ്റ്റ് ആണ്. പേവ്മെൻറ്റ്സിൻ്റെയും ബിറ്റുമിനസ് കോൺക്രീറ്റിൻ്റെയും സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെയും ഒക്കെ കൺസ്ട്രക്ഷന് നമ്മൾ ഫ്ലേക്കി ആയിട്ടും എലോങ്ങേറ്റഡ് ആയിട്ടും ഉള്ള അഗ്രിഗേറ്റ് യൂസ് ചെയ്യാറില്ല. കാരണം അത് ഹെവി ലോഡ് വരുമ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ആംഗുലർ ഷേപ്ഡ് അഗ്രിഗേറ്റ്സ് ആണ് ഗ്രാനുലർ ബേസ് കോഴ്സിന് യൂസ് ചെയ്യുന്നത്. അതിന് സ്റ്റെബിലിറ്റിയും ഇൻ്റർലോക്കിംഗ് പ്രോപ്പർട്ടിയുമൊക്കെ കൂടുതലാണ്. സോ അതുകൊണ്ടാണ് അഗ്രിഗേറ്റിൻ്റെ ഷേപ്പ് ടെസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് പറയുന്നത്. അഗ്രിഗേറ്റിൻ്റെ ഷേപ്പ് ടെസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് ഫ്ലേക്ക്നെസ്സും എലോങ്ങേഷനും വെച്ചാണ് അഗ്രിഗേറ്റിൻ്റെ ഷേപ്പ് ടെസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതാണ് തിക്നെസ് ഗേജ്. ഈ തിക്നെസ് ഗേജ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലേക്കിനെസ് കണ്ടുപിടിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ലെങ്തൻ ഗേജ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എലോങ്ങേഷൻ കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മളുടെ സാമ്പിളാണ്. നമ്മൾ ഈ സാമ്പിള് ഇത് സീവാണ്. ഈ സീവിനകത്ത് നമ്മൾ സാമ്പിൾ ഇട്ടിട്ട് നമ്മൾ സീവ് ചെയ്യും. ഇനി നമുക്ക് ഈ സീവിൽ അഗ്രിഗേറ്റ് ചെയ്യാം. സീവ് ചെയ്യാനുള്ള അഗ്രിഗേറ്റ് നമ്മൾ ഇതിനകത്തിട്ട് സീവ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ഓരോ സേവിനകത്ത് ഇരിക്കുന്നത്. ഇനി നമ്മൾക്ക് വേണ്ടുന്നത് ഓരോന്നിൽ കൂടി പാസ് ചെയ്തതിൻ്റെ റിട്ടേൺ ചെയ്തതിൻ്റെ വെയിറ്റ് എടുക്കുക. അതായത് 63 കൂടി പാസ് ചെയ്ത് 50ൽ റിട്ടേൺ ചെയ്തതിൻ്റെ വെയിറ്റ് നമ്മൾ W1 ആയിട്ട് എടുക്കും. 50ൽ പാസ് ചെയ്ത് 40ൽ റിട്ടേൺ ചെയ്തത് W2 ആയിട്ട് എടുക്കും. 40ൽ പാസ് ചെയ്ത് 31.5ൽ റിട്ടേൺ ചെയ്തത് W3 ആയിട്ട് എടുക്കും. അങ്ങനെ നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സമ്മാണ് നമ്മൾ ക്യാപിറ്റൽ W ആയിട്ട് എടുക്കും. നമ്മൾ വെയിറ്റ് എടുത്ത് കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് 200 പീസ് എങ്കിലും അഗ്രിഗേറ്റ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് വേണം. ഇനി നമുക്ക് തിക്നെസ് ഗേജ് ചെയ്യാം. ഇതാണ് തിക്നെസ് ഗേജ്. ഇതിൽ നമുക്ക് കുറച്ച് റേഞ്ച് കാണാൻ പറ്റും. തിക്നെസ് ഗേജിൽ ഫസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് 63 to 50, സെക്കൻഡ് റേഞ്ച് 50 to 40, അങ്ങനെ പോകും ഓരോ റേഞ്ചും. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഈ റേഞ്ചിലുള്ള ഈ റേഞ്ചിലുള്ള ISAവിലൂടെ റിട്ടേൺ ചെയ്യുന്ന അഗ്രിഗേറ്റ് ആണ് ഇതിലൂടെ നമുക്ക് പാസ് ചെയ്യേണ്ടത്. ഓരോ റേഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഗ്രിഗേറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. തിക്നെസ് ഗേജിൽ കൂടെ പാസ് ചെയ്യുന്ന അഗ്രിഗേറ്റിൻ്റെ വെയിറ്റ് നമ്മൾ നോട്ട് ചെയ്യണം. ഇത് നമുക്ക് 63ൽ പാസ് ചെയ്ത് 50ൽ റിട്ടേൺ ചെയ്ത അഗ്രിഗേറ്റാണ്. ഈ അഗ്രിഗേറ്റ് നമുക്ക് നമ്മുടെ തിക്നെസ് ഗേജിൽ കൂടി കടത്തിവിട്ട് ഇതിൻ്റെ നോക്കാം. ഈ അഗ്രിഗേറ്റ് നമുക്ക് പാസ് ചെയ്യുന്നില്ല. ഇതിനെ നമ്മൾ മാറ്റി വെച്ചു. ഇതും പാസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ 4 പാസ് ചെയ്തതാണ്. ഇത് പാസ് ചെയ്യുന്നു. പാസ് ചെയ്യുന്നില്ല. ഇത്രയായിരുന്നു നമുക്ക് 63 കൂടെ പാസ് ചെയ്ത് 50ൽ റിട്ടേൺ ചെയ്ത അഗ്രിഗേറ്റ് നമുക്ക് നമ്മുടെ തിക്നെസ് ഗേജിൽ കൂടെ വന്നതാണ്. ഇത് ഇത്രയും നമ്മൾ മാറ്റി വെച്ചു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതാണ്. ഇത് 50ൽ കൂടെ റിട്ടേൺ ചെയ്ത് പാസ് ചെയ്ത് 40ൽ റിട്ടേൺ ചെയ്തതാണ്. ഇതിനെ നമ്മൾ നോക്കുകയാണ്. ഇത് പറ്റില്ല. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് തിക്നെസ് ഗേജിലെ ഓരോ റേഞ്ച് ഇതുപോലെ ഓരോ റേഞ്ചിൽ കൂടെ പാസ് ചെയ്യുന്നതും പാസ് ചെയ്തത് പാസ് ചെയ്യാത്തത് അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് പാസ് ചെയ്ത ഓരോ സെറ്റ് അഗ്രിഗേറ്റിൻ്റെയും വെയിറ്റ് എടുക്കുക. ഇതാണ് ലെങ്തൻ ഗേജ്. ഇതിനകത്തും അതുപോലെ അതായത് തിക്നെസ് ഗേജ് പോലെ തന്നെ റേഞ്ച് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. തിക്നെസ് ഗേജിൽ കൂടി നമ്മൾ ചെയ്ത ഓരോ അഗ്രിഗേറ്റ് തിക്നെസ് ഗേജിൽ കൂടി പാസ് ചെയ്ത അഗ്രിഗേറ്റ് നമ്മൾ ലെങ്തൻ ഗേജിൽ കൂടെ പോകുന്നുവെന്ന് നോക്കുക. ഈ അഗ്രിഗേറ്റ് നമ്മൾ തിക്നെസ് ഗേജിൽ കൂടി പാസ് ചെയ്തതാണ്. ഇതിനെ നമ്മൾ ലെങ്തൻ ഗേജിൽ കൂടെ നോക്കുകയാണ്.
ഇത് നമുക്ക് ലെങ്തൻ ഗേജിൽ കൂടെ പാസ് ചെയ്ത അഗ്രിഗേറ്റ് ആണ്. തിക്നെസ് ഗേജ് പോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഓരോ റേഞ്ചിൽ കൂടെ പാസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ടാബുലർ കോളം പരിചയപ്പെടാം. ഇതിൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് സൈസ് ഓഫ് അഗ്രിഗേറ്റ് ആണ്. അതിൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇത് പാസ് ചെയ്യുന്ന സീവിൻ്റെ നമ്പറാണ്. ഇത് റിട്ടേൺ ചെയ്യുന്ന സീവിൻ്റെ നമ്പറാണ്. ഈ കോളം എന്ന് പറയുന്നത് ഫസ്റ്റിൽ പാസ് ചെയ്ത് സെക്കൻഡിൽ റിട്ടേൺ ചെയ്തതിൻ്റെ വെയിറ്റാണ് ഈ എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് 200 നമ്പേഴ്സ് പീസ് ഓഫ് അഗ്രിഗേറ്റെങ്കിലും വേണം. ആ അഗ്രിഗേറ്റിൻ്റെ ഓരോന്നും, അതായത് 63 CV കൂടെ പാസ് ചെയ്ത് 50ൽ റിട്ടേൺ ചെയ്ത വെയിറ്റാണ് നമ്മൾ ഈ ക്യാപിറ്റൽ W ആയിട്ട് എടുത്തേക്കുന്നത്. അതിൻ്റെ ടോട്ടൽ വെയിറ്റാണ് ഇവിടെ ക്യാപിറ്റൽ W നമുക്ക് കിട്ടിയത്. ഇതെന്ന് പറയുന്നത് തിക്നെസ് ഗേജിൻ്റെ സൈസാണിത്. ഇതെന്ന് പറയുന്നത് നമ്മൾ തിക്നെസ് ഗേജിൽ കൂടെ പാസ് ചെയ്ത ഓരോ അഗ്രിഗേറ്റിൻ്റെയും വെയിറ്റാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അതിൻ്റെ സമ്മാണ് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ സമ്മാണ് സ്മോൾ ലെറ്റർ W ആയിട്ട് എടുത്തേക്കുന്നത്. ഇതെന്ന് പറയുന്നത് ലെങ്തൻ ഗേജിൻ്റെ സൈസാണ്. ലെങ്തൻ ഗേജിൽ കൂടെ നമ്മൾ പാസ് ചെയ്ത ഓരോ അഗ്രിഗേറ്റിൻ്റെയും വെയിറ്റാണ് ഇവിടെ എടുത്ത് കിട്ടിയേക്കുന്നത്. അതിൻ്റെ സമ്മാണ് നമ്മൾ എക്സ് ആയിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലേക്കിനെസ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ ഇതെന്ന് പറയുന്നത് തിക്നെസ് ഗേജിൽ കൂടെ പാസ് ചെയ്ത അഗ്രിഗേറ്റിൻ്റെ വെയിറ്റിൻ്റെ സമ്മ ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു 100. ഇതെന്ന് പറയുന്നത് എലോങ്ങേഷൻ ഇൻഡെക്സിൻ്റെ ഇക്വേഷനാണ്. ഇതെന്ന് പറയുന്നത് ലെങ്തൻ ഗേജിൽ കൂടെ പാസ് ചെയ്ത അഗ്രിഗേറ്റിൻ്റെ വെയിറ്റിൻ്റെ സമ്മ ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു 100. ഫ്ലേക്കിനെസ് ഇൻഡെക്സിൻ്റെ നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ 0.344 ഡിവൈഡ് ബൈ 6.2715 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 5.48% ആണ് ഫ്ലേക്കിനെസ് ഇൻഡെക്സിന് നമുക്ക് കിട്ടിയത്. പിന്നെ അടുത്തത് എലോങ്ങേഷൻ ഇൻഡെക്സിന് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ 0.185. ഇവിടെ കിട്ടിയത് 0.185 ഡിവൈഡ് ബൈ 6.2715 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 2.94% ആണ് നമുക്ക് എലോങ്ങേഷൻ ഇൻഡെക്സ് കിട്ടിയത്. ഫ്ലേക്കിനെസ് ഇൻഡെക്സ് നമുക്ക് കിട്ടിയത് 5.48% ആണ്. 5.48% ആകുമ്പം IRC അനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യാൻ പറ്റും. അഗ്രിഗേറ്റ് ഷേപ്പ് ടെസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.